വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നമ്മൾ രാത്രി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു കായ ബജ്ജിയിലാണ്. അത് കഴിഞ്ഞ് ദേ നേരെ ആലുവയിലെത്തി. അവിടെ കെ എഫ് സിയും ഫ്രൂട്ട് ബേയും അടുത്തടുത്ത് തന്നെയാണല്ലോ. അപ്പൊ ആദ്യം കെ എഫ് സി കയറി. അവിടുത്തെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫർ നടക്കുന്നുണ്ട്. കെ എഫ് സിന്ന് നല്ല എരിവുള്ള ചിക്കനൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫ്രൂട്ട് ബേ എന്നാണ് ഡെസേർട്ട് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഓഫർ നമ്മൾ നിരസിച്ചു. നമ്മൾ അതിനുശേഷം ദേ ഇവിടെ കെ എഫ് സിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ദേ കെ എഫ് സി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് 2-3 സ്ഥലത്ത് കയറി ഇങ്ങനെ കുറച്ച് ഫുഡൊക്കെ അടിച്ച് പോവാന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കുറേ അടിക്കണേക്കാൾ നല്ലത് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ മാറി മാറി ഓരോ കടയിലൊക്കെ കുറച്ച് കഴിക്കുന്നില്ല. ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇതാണ് ചേച്ചി കുറച്ച് കഴിക്കണേന്ന് ആരും ചോദിക്കരുത്. ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷേ നോർമലി നമ്മൾ ഇത്ര ഒന്നും കഴിക്കാറില്ല. പക്ഷേ സമയത്തിന് ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഗ്യാസ് കയറി ഛർദി, തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുഡ് സ്കിപ്പ് ആക്കാറില്ല. ഇനി ഇപ്പൊ ഫ്രൂട്ട് ബേയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ചോക്ലേറ്റ് സൺഡേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വേഫിൾസിന്റെ അവിടെ നിന്ന് ഫ്രൂട്ട്ഫുൾ വേഫിളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പൊതുവേ ഇപ്പൊ ചോക്ലേറ്റിനോട് ആദ്യം ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും ഇപ്പൊ അധികം അങ്ങനെ ചോക്ലേറ്റ് കഴിക്കാറില്ല. ഒരുപാട് കുറച്ചൊക്കെ കഴിക്കും. എനിക്ക് ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ കട്ടിയിൽ കഴിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ തണുപ്പൊക്കെ മാറിയിട്ട് കുറച്ചിങ്ങനെ അലിയിച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഇവിടെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഫ്രൂട്ട്ഫുൾ വേഫിളാട്ടോ. ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് ഫ്രൂട്ട്സ് അല്ലെങ്കിലും ഒരുപാട് ഇഷ്ടമാണ്. അധികം അങ്ങനെ മധുരത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ കൂടുതൽ ഇങ്ങനെ എരിവൊക്കെ കഴിക്കുമ്പോൾ ചെറിയ മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ അത്ര മധുരത്തിന്റെ ഭയങ്കര വലിയ ഫാൻ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഈ വേഫിളിനൊന്നും അധികം അങ്ങനെ മധുരമൊന്നും ഇല്ലല്ലോ. പിന്നെ ഐസ്ക്രീമിലാണല്ലോ കുറച്ചുകൂടി മധുരമൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഇത് ഓക്കെ ആയിരുന്നു ഫ്രൂട്ടൊക്കെ ആയിട്ട്. എന്താണെന്നറിയില്ല, എനിക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇനിയും പോയിട്ട് ഈ സാധനം അവിടെ നിന്ന് കഴിക്കണമെന്നുണ്ട്. നമ്മളങ്ങനെ മുൻപ് ഫ്രൂട്ട് ബേയിൽ അങ്ങനെ പോയിട്ടൊന്നുമില്ല. പക്ഷേ ഇനി ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് ബേയിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഒരു ഐറ്റം മാത്രമല്ല, ഞാൻ വേറെയും കുറച്ച് ഐറ്റംസ് ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് നിന്ന് കുറേയൊക്കെ ഇങ്ങനെ കഴിച്ച് പോകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ അതേ നമ്മൾ അറേബ്യൻ പാലസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി. സീറ്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടാണ് ഞങ്ങൾക്കൊരു സീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ 2 ആൾ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റ് അവിടെ ഇല്ല. ഇവിടുത്തെ മന്തി ഞങ്ങളുടെ 2 പേരും ഫേവറേറ്റ് ആയതുകൊണ്ട് സീറ്റ് കിട്ടണവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാഴ്സലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.